ഡിമെൻഷ്യ അല്ലെങ്കിൽ സ്മൃതിനാശം എന്ന് പറയുന്നത് ആയുർദൈർഘ്യം കൂടി വരുന്നതനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ ഏറെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്മൃതിനാശം വന്ന ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ കെയർ ടേക്കേഴ്സിന്റെ ഒരു മാനസികാവസ്ഥയും കൂടെ ഇക്കാര്യത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത് എന്നാൽ ചെയ്തു കൂടാത്തത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്മൃതിനാശമുള്ള ഒരാൾ അല്ലെങ്കിൽ ഓർമ്മ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എന്നെ മനസ്സിലായോ, അല്ലെങ്കിൽ ഈ വന്ന ആളിനെ മനസ്സിലായോ, എന്നാൽ ഇവരുടെ പേരൊന്ന് പറഞ്ഞേ, ഇത്തരത്തിൽ ഉള്ള അവരെ പരീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ എക്സാം എടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും ഇവർ പറഞ്ഞത് മറന്നുപോയിട്ട് വീണ്ടും വീണ്ടും പറയാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ ഇത് എത്രാമത്തെ വട്ടമാണ് പറയുന്നത്, 100 വട്ടം ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ദയവായി പറയാതിരിക്കുക. കാരണം അത് അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതുപോലെ തന്നെ മതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശകാരം പോലെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ, പ്രത്യേകിച്ചും ആളുകൾ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് അവർക്ക് വലിയ ഒരു അഭിമാനക്ഷതവും അല്ലെങ്കിൽ അവർക്ക് പിന്നീട് വർത്തമാനം പറയാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മനസ്സ് തന്നെ കുറഞ്ഞു എന്ന് വരാം. അതുപോലെ ഇത് ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ അത് മറന്നുപോയോ എന്ന് പറയാതിരിക്കുക. നമുക്കറിയാമല്ലോ ഒരു മറന്നുപോയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ വേറെ 2 കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിച്ചത്. അത് ഓർമ്മപ്പെശകുള്ള അമ്മ പറയുന്നു അല്ല 3-4 വർഷമായി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ തർക്കിക്കാതിരിക്കുക. കാരണം അവരുടെ ഓർമ്മയിലെ ലാപ്സസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ തർക്കിക്കാതിരിക്കുക. അവർ പറയുന്നത് ശരി എന്ന് അവരുടെ കോൺഫിഡൻസിനെ എപ്പോഴും നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വർത്തമാനം പറയാനുള്ള താല്പര്യത്തെ കെടുത്താതിരിക്കുക. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ തർക്കം എന്നുള്ളത് അവർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ അവർ ഡെല്യൂഷണൽ ആവാം. നമ്മൾക്ക് അവരോട് സ്നേഹമില്ല, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ചില സംഗതികൾ ഒളിച്ചു വെക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നാം. അത് കൃത്യമായി ഒന്നും കൂടി പറഞ്ഞു മനസ്സിലാക്കുക എന്നല്ലാതെ നമ്മൾ അതിൽ ഇറിറ്റേറ്റഡ് ആവുമോ, നമ്മൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടവരോട് പറയുകയോ ഒക്കെ ചെയ്യാതിരിക്കുക. പിന്നെ അവർ വിഷമിക്കുക അല്ലെ കരയുക അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തോടെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഒരു രീതി പോലെ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇതൊക്കെ കുഴപ്പമില്ല അങ്ങനെ പറയരുത്. കുഴപ്പമുണ്ട്, അവർ അസ്വസ്ഥരാണ്. ആ ഒരു കാര്യത്തെ നമ്മൾ കണക്കിലെടുത്ത് ആ അസ്വസ്ഥത മാറ്റാനും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാകാനും ഇടയാക്കണം. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കെയർ ടേക്കർ, ശ്രദ്ധിക്കുന്ന ആളിന്റെ മാനസികാവസ്ഥ ഒരുപാട് തകരാറിലാവാറുണ്ട്. നിങ്ങളുടെ സ്വന്തം മാനസികാവസ്ഥ, നിങ്ങളൊരു ഡിമെന്റഡ് പേഷ്യന്റിന്റെ കെയർ ടേക്കർ ആണെങ്കിൽ, ആ വ്യക്തിയെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തം മാനസികാവസ്ഥയെ, സ്വന്തം ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കൂടെ ശ്രദ്ധിക്കുക. ദിവസത്തെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് സ്വന്തം കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി കൂടെ മാറ്റിവെക്കുക. കാരണം രോഗിയുടെ കൂടെ വർഷങ്ങളോളം നമ്മൾ ചെലവഴിക്കുമ്പോൾ കെയർ ടേക്കർ ക്ഷീണിക്കാൻ പാടില്ല. കെയർ ടേക്കർ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഒരു വാസ്തവം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കെയർ ടേക്കർ ബേൺ ഔട്ട് സംഭവിക്കാതിരിക്കാൻ സ്വയം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിൽ അരമണിക്കൂറോ 15 മിനിറ്റോ എങ്കിലും സ്വയം വ്യാപരിക്കുക. അവരവരുടെ മാനസിക നിലയും ശാരീരിക ആരോഗ്യത്തെയും കൂടെ ശ്രദ്ധിക്കുക.